ഇത്രയും നാൾ ഡിസ്ട്രാക്ഷൻസ് കാരണം ഒന്നും പഠിക്കാൻ പറ്റിയില്ല. ഈ ഡിസ്ട്രാക്ഷൻസ് ആണ് ഏറ്റവും വലിയ കുഴപ്പം. ഫോണും ടി വിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നത്തേയില്ല. സുഹൃത്തേ, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇനി എത്ര സമയം കൂടെ ഉള്ളൂ പരീക്ഷയ്ക്കെന്ന്? സുഹൃത്തേ, പരീക്ഷ അടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും ഡിസ്ട്രാക്ഷൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം നീ പരീക്ഷയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് സുഹൃത്തേ, ഈ ഡിസ്ട്രാക്ഷൻസ് മാറ്റേണ്ട സമയമായി കഴിഞ്ഞു. അതേ സുഹൃത്തേ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാനാണ് വന്നേക്കുന്നത്. കുറച്ച് ഹാക്സ്, ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഹാക്സ്. സുഹൃത്തേ, ഞാൻ കുറേ നേരം കൊണ്ട് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നു. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഡിസ്ട്രാക്ഷൻസ്? ഈ ഫോണും ടി വിയും മാത്രമാണോ ഡിസ്ട്രാക്ഷൻസ്? സുഹൃത്തേ, ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തായിരുന്നോ ചെയ്യുന്നത് അതിൽ നിന്ന് അറ്റൻഷൻ മാറ്റുന്ന എന്തിനേയും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് എന്ന് വിളിക്കാം. അതേ സുഹൃത്തേ, നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അറ്റൻഷൻസ്, നമ്മുടെ അറ്റൻഷൻ പിടിച്ചു വാങ്ങുന്ന എന്തിനേയും ഡിസ്ട്രാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ തന്നെ സുഹൃത്തേ, നീ നിൻ്റെ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ നിൻ്റെ അറ്റൻഷൻ മാറ്റുന്ന എന്തൊക്കെയാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊള്ളൂ. സോ ഫ്രണ്ട്സ്, ഹൗ ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ഓർ ഹൗ ടു ബി ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. സുഹൃത്തേ, ആദ്യത്തെ ഹാക്കാണ് ബി ബിസി വിത്ത് യുവർ ആക്ടിവിറ്റീസ്. അതേ സുഹൃത്തേ, ബി ബിസി. എന്തുകൊണ്ട് ബി ബിസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിസി ആവണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സുഹൃത്തേ, പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തപ്പോഴായിരിക്കും. അപ്പോൾ സുഹൃത്തേ, ബിസിയായി മാറുക. എങ്ങനെ ബിസി ആവാമെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, ടൈം ഷെഡ്യൂളിംഗ് ചെയ്യുക. ഓരോ കാര്യത്തിന് ഓരോ ടൈം വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആ ടു ഡു ലിസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വയ്ക്കാൻ തന്നെ ശ്രമിക്കുക. എന്നിട്ട് ആ ടു ഡു ലിസ്റ്റിനെ ഫോളോ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുക. സുഹൃത്തേ, ഇപ്പോൾ പറ്റുന്ന അത്രയും സ്റ്റഡീസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റഡീസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്ത രണ്ടാമത്തെ കാര്യം പറയുന്ന മുമ്പേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അൺഅക്കാഡമി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം. നീറ്റ് ആസ്പിറൻസിന് വേണ്ടി ഒരു വലിയ ഓഫറായിട്ടാണ് അൺഅക്കാഡമി ഈ വട്ടം എത്തിയിരിക്കുന്നത്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ ടോപ്പ് ടീച്ചേഴ്സ് മലയാളത്തിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. അൺഅക്കാഡമിയുടെ ഐക്യ ബാച്ചിലൂടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അൺഅക്കാഡമിയുടെ ക്ലാസ്സസിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് തന്നെ ഒരു പേഴ്സണൽ ടീച്ചറിന് കിട്ടുന്ന പോലെ എന്ത് സംശയങ്ങളും എന്ത് സ്റ്റഡി ടിപ്സും എന്ത് കാര്യങ്ങളും ടീച്ചേഴ്സുമായിട്ട് ചോദിക്കാം. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തതായിട്ട്, നീറ്റ് UG എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി അൺഅക്കാഡമിയുടെ ലൈറ്റ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. മോക്ക് ടെസ്റ്റ് സീരീസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും അതിനോട്ടുള്ള ബന്ധപ്പെട്ട് വീഡിയോ സൊല്യൂഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നല്ലതാണ് ഈ ലൈറ്റ് സബ്സ്ക്രിപ്ഷൻസ്. നിങ്ങൾ ഇത് ഒരു വർഷം അല്ലെങ്കിൽ അതിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തേക്കുള്ള ഫ്രീ എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. അതായത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ബ്രേക്ക് ആവാതെ വീണ്ടും 6 മാസം പഠിക്കാമെന്ന്. അതുമാത്രമല്ല, ഒരു ഓഫറും കൂടെ. എൻ്റെ കോഡായ തേജസ് 10 നിങ്ങൾ അടിക്കുകയാണെങ്കിൽ 10% ഓഫ് വീണ്ടും കിട്ടുന്നതാണ്. സോ കോഡ് മറക്കണ്ട, തേജസ് 10. സുഹൃത്തെ, ഒരു ചെറിയ കാര്യം കൂടെ, നിങ്ങൾ ഈ 16-ാം തീയതിക്ക് മുമ്പേ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ലഭിക്കുകയാണ്. അതേ സുഹൃത്തെ, 20% ഓഫ്. സോ ഹറി അപ്പ് ആൻഡ് ഗ്രാബ് ദ ഓഫർ. അടുത്ത ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ, കോമൺ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ആണ് മൊബൈൽ ഫോൺസ്. അതേ സുഹൃത്തെ, ഈ ഒരു സമയത്ത് എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു പക്ഷേ വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ മതി, അതായിരിക്കും പലവരുടെയും ഡിസ്ട്രാക്ഷൻ. സോ മൊബൈൽ ഫോൺ മാറ്റി തന്നെ വെക്കാൻ നോക്കുക. സുഹൃത്തെ, ഫോൺ സൈലന്റ് മോഡ് ആക്കിയിട്ട് വേറൊരു റൂമിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ അടുത്ത് ഫോൺ കാണരുത്. നമ്മൾ കാണുന്ന രീതിയിൽ ഒരിക്കലും ഫോൺ വെക്കരുത്. ഫോൺ പറ്റുന്നത്രയും ദൂരെ വെക്കുക. പറ്റുന്നത്രയും ഫോണിൽ നിന്ന് അകലം പാലിക്കുക. അല്ലെങ്കിൽ സുഹൃത്തെ, സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താലും മതി. സുഹൃത്തെ, എൻ്റെ ചാനലിൽ ടോപ്പ് 5 ആപ്സ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതേ സുഹൃത്തെ, ആപ്ലിക്കേഷൻ ഫോർ സ്റ്റുഡൻസ് നല്ലൊരു വീഡിയോ ആണ്. ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ. അതേ സുഹൃത്തെ, സ്റ്റുഡൻസിന് പറ്റുന്നത്രയും ഉപയോഗപ്പെടും. സോ ഫ്രണ്ട്സ്, അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സുഹൃത്തെ, അടുത്ത മൂന്നാമത്തെ ടിപ്പാണ് സ്റ്റേ അവേ ഫ്രം മിസ്ലീഡിങ് പീപ്പിൾസ്. അതേ സുഹൃത്തെ, പലവരുടെയും ഡിസ്ട്രാക്ഷൻസ് ചിലപ്പോൾ മൊബൈൽ ഫോൺ അല്ലായിരിക്കും,
പല വ്യക്തികളായിരിക്കും. ഒരുപക്ഷെ അത് കൂട്ടുകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. സുഹൃത്തെ, ആ വ്യക്തികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്ത മാസം അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷയുണ്ട്, സോ പഠിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഡിസ്ട്രാക്ഷൻസും മാറി കിട്ടും. സുഹൃത്തെ, നമ്മുടെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ സംസാരിച്ച് തീർത്താൽ തീരാവുന്നതേ ഉള്ളൂ. സുഹൃത്തെ, അടുത്ത ടിപ്പ് നമ്പർ 4 അല്ലെങ്കിൽ ഹാക്ക് നമ്പർ 4 ആണ് മെഡിറ്റേഷൻ. അതേ സുഹൃത്തെ, മെഡിറ്റേഷൻ്റെ പവർ വളരെ അധികമാണ്. അത് നമ്മുടെ ബ്രെയിനിനെ ഒന്നും കൂടെ റിഫ്രഷ് ആക്കും. അതേ സുഹൃത്തെ, ഒരു റിഫ്രഷിങ് ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ. സുഹൃത്തെ, മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണം വളരെയധികം വലുതാണ്. അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ചെക്ക് മൈ ചാനൽ. സോ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റ് ആവില്ല. ഡിസ്ട്രാക്റ്റ് ആവാതിരിക്കാൻ ഒരു ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ. സുഹൃത്തെ, അടുത്ത ലാസ്റ്റ് ഹാക്ക് അല്ലെങ്കിൽ ടിപ്പാണ് ഈറ്റ് ഹെൽത്തി ഫുഡ് ബട്ട് നോട്ട് ബൾക്ക്. അതേ സുഹൃത്തെ, ഫുഡ് കഴിക്കുന്ന ഫുഡ് പറ്റുന്നത്ര ഹെൽത്തിയർ ആവുക. പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ബൾക്കായിട്ട് കഴിക്കരുത്. സുഹൃത്തെ, ബൾക്കായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പഠിത്തത്തിൽ നിന്ന് മാറി, ഒരുപക്ഷെ ഇൻറ്റേർണലി നമ്മുടെ ബ്രെയിൻ തന്നെ പഠിത്തത്തിൽ നിന്ന് മാറി നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സിൽ ജോലി ചെയ്യും. അപ്പോൾ നമുക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുവഴി നമ്മൾ ചിലപ്പോൾ ഉറങ്ങാൻ തന്നെ സാധ്യതയുണ്ട്. അങ്ങനെ ആ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് സുഹൃത്തെ, ആ ഒരു ടേം ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈറ്റ് ഹെൽത്തി ഫുഡ് ബട്ട് നോട്ട് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനലിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. പ്ലീസ് ചെക്ക് മൈ ചാനൽ ഫോർ മോർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോ. അതേ സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനൽ, നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ പറയുന്ന ചാനലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ഫ്രണ്ട്സ്, കീപ് സപ്പോർട്ടിങ്, സ്റ്റേ മോട്ടിവേറ്റഡ്, ബി അമേസ്ഡ്.